ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശാ സജി. 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ 18 നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ടാസ്കുകളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ സക്സസ് സ്റ്റോറികൾ നിങ്ങൾ ഗ്രൂപ്പിൽ പങ്കുവെക്കുക. അത് മറ്റുള്ളവർക്കൊരു പ്രയോജനമാകും. അതുമല്ല, അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മയാണ്. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാനായിട്ട് ഇതുവഴി സാധിക്കും. ഇന്നത്തെ പ്രാക്ടീസ് മാജിക് ടു ഡു ലിസ്റ്റ്, അതായത് നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു പട്ടിക തയ്യാറാക്കുക. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് സമയം തികയാറില്ല, അല്ലേ? എന്നാൽ സമയത്തെ മാനേജ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ജീവിതത്തിൽ വിജയിച്ച വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ടു ഡു ലിസ്റ്റ്. എന്നാൽ ഇന്ന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ശക്തിയാൽ എങ്ങനെ ടു ഡു ലിസ്റ്റ് നിർമ്മിക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മുടെ മാജിക് നോട്ട്ബുക്ക് എടുക്കുക. അതിൽ മാജിക് ടു ഡു ലിസ്റ്റ് എന്ന ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇന്ന് ചെയ്തു തീർക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ ഇനി ഭാവിയിൽ ചെയ്തു തീർക്കേണ്ട വലിയ വലിയ ലക്ഷ്യങ്ങൾ വരെ ഓരോന്നായിട്ട് മാജിക് നോട്ട്ബുക്കിൽ എഴുതുക. ശേഷം ഇന്ന് നമ്മൾ ചെയ്തു തീർക്കേണ്ട 3 കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. അത് ചെയ്തു കഴിഞ്ഞതായിട്ട് സങ്കല്പിക്കുക. അതിന് യൂണിവേഴ്സിൻ്റെ ശക്തി ലഭിച്ചതായി സങ്കല്പിക്കുക. അതിന് വേണ്ട വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ യൂണിവേഴ്സ് നമുക്ക് ഒരുക്കി തരുന്നതായിട്ട് സങ്കല്പിക്കുക. നന്ദി പറയുക. അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്തു തുടങ്ങുക. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളിൽ സംഭവിച്ചിരിക്കും. എന്നിട്ട് ആ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ടു ഡു ലിസ്റ്റിൽ ടിക്ക് ചെയ്യണം. എന്നിട്ട് നന്ദി നന്ദി എന്ന് എഴുതുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ മാജിക് പുസ്തകത്തിൽ റോണ്ട ബേൺ അവരുടെ മകളുടെ കാര്യം പറയുന്നുണ്ട്. റോണ്ട ബേണിൻ്റെ മകളുടെ പേഴ്സ് കളഞ്ഞുപോയി. ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്ത വിധം കളഞ്ഞുപോയി. അതിൽ ഫോൺ നമ്പറോ അഡ്രസ്സോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ റോണ്ട ബേണിൻ്റെ മകള് ദുഃഖിച്ച് ഇരിക്കുന്നതിന് പകരം തനിക്ക് അടുത്ത ദിവസം കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിച്ച് യൂണിവേഴ്സിന് നന്ദി പറഞ്ഞു. അത് തൻ്റെ കയ്യിൽ കിട്ടുന്നതായി സങ്കല്പിച്ച് അതിലെ ഈ സാധനങ്ങളെല്ലാം ഉള്ളതായിട്ട് സങ്കല്പിച്ച് യൂണിവേഴ്സിന് നന്ദി പറഞ്ഞു. ടെൻഷൻ ഇല്ലാതെ കിടന്നുറങ്ങി. അടുത്ത ദിവസം അത്ഭുതം പോലെ ഒരു 100 മൈൽ അകലെയുള്ള കർഷകന്റെ കയ്യിൽ നിന്നും ഈ പേഴ്സ് ഒരു അത്ഭുതം പോലെ അവരുടെ കയ്യിൽ കിട്ടി എന്നാണ് കഥ. അപ്പോൾ യൂണിവേഴ്സ് ഇതുപോലുള്ള പല അത്ഭുതങ്ങളും നടത്തി തരും. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞതായിട്ട് വിഷ്വലൈസ് ചെയ്ത് നന്ദി പറയുക. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ വേഗം നടന്നു കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത പ്രാക്ടീസായിട്ട് വരാം. ബൈ.